നമസ്കാരം. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് മനോജ് ശേണേ സാറും സാറിന്റെ ഫാമിലിയുമാണ്. സാർ ഇപ്പോൾ റീസെന്റ് ആയിട്ട് പണി ചെയ്തിട്ടുള്ള സാറിന്റെ വീട്ടിലാണ് ഇപ്പോൾ നമ്മൾ ഇരിക്കുന്നത്. EPS പാനൽ യൂസ് ചെയ്ത് ബിൽഡിസി ഗ്ലോബലിനെയാണ് സാർ കൺസൾട്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് അതിന്റെ വിശേഷങ്ങളിലേക്ക് പോവാം. നമസ്കാരം സാർ. നമസ്കാരം. നമുക്കറിയാം സ്വന്തം വീട് എന്നുള്ള എല്ലാവരുടെയും ഒരു സ്വപ്നമാണ് അല്ലേ? അപ്പോൾ ഒരുപാട് പ്രതീക്ഷകളും ഒരുപാട് സ്വപ്നങ്ങളൊക്കെ ആയിട്ട് നമ്മൾ സ്വന്തം വീട് ഇങ്ങനെ നമ്മൾ പ്രതീക്ഷിച്ച പോലെ കൊണ്ടുവരുമ്പോൾ അതിൽ ബിൽഡിസി എന്തുകൊണ്ട് ചൂസ് ചെയ്തു? അത് ഞാൻ ആദ്യം എൻ്റെ ഈ പഴയ വീടുണ്ടായിരുന്നത് മൊത്തം ചെങ്കല്ലും കുമ്മായവും മരമായിരുന്നു. അതിനകത്ത് അധികം മറ്റേ കമ്പിയും ഇതൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് പുതിയ വീട് പണിയുമ്പോഴും സിമെൻറ്റ് ബ്രിക്ക് വേണ്ട എന്നുള്ളൊരു കോൺസെപ്റ്റായിരുന്നു. പിന്നെ എനിക്ക് എനിക്ക് 1 കൊല്ലം 1.5 കൊല്ലം ആ ടൈം ഫ്രെയിമും ഇപ്പോൾ എത്രയും ടെക്നോളജിയൊക്കെ ഉള്ളതുകൊണ്ട് അത്രയും ടൈമിൻ്റെ ആവശ്യമില്ല എന്നുള്ളൊരു അഭിപ്രായമായിരുന്നു എനിക്ക്. അപ്പോൾ ഞാൻ കുറേ അന്വേഷിച്ചു. ഒരു 10-20 ബിൽഡേഴ്സിനെ എങ്കിലും കോൺട്രാക്ടേഴ്സിനെ കോൺടാക്ട് ചെയ്ത് പിന്നെ അവരായിട്ടൊക്കെയുള്ള ഡിസ്കഷനിലും എങ്ങനെ നമുക്ക് പെട്ടെന്ന് ചെയ്യാം, എങ്ങനെയാണ് ബെസ്റ്റ് മെത്തേഡ് ഈ ചൂട് കുറയ്ക്കാനൊക്കെ എന്നുള്ള ഡിസ്കഷൻ വന്ന് ലാസ്റ്റ് വന്ന് നിന്നാൾ EPS ടെക്നോളജിയിലാണ് ഇവിടെ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ആദ്യം എനിക്ക് കിട്ടിയത് ക്ലേസിസ് എന്ന് പറഞ്ഞൊരു കമ്പനി. അവർ ഇൻറ്റേർണൽ എംപ്ലോയീസിന് വേണ്ടിയിട്ട് പണിയുന്നുണ്ട് ഈ മെത്തേഡിൽ. പിന്നെ കൊമേഴ്ഷ്യലി ഇവിടെ കേരളത്തിൽ നോക്കി ഇരിക്കുന്ന സമയത്താണെങ്കിൽ നോർത്ത് ഇന്ത്യയിൽ ചെയ്യുന്നൊരു കമ്പനിയുടെ ഇതൊക്കെ വന്ന് ഞാൻ അവരെ കോൺടാക്ട് ചെയ്തിരിക്കണമായിരുന്നു. അപ്പോഴാണ് ഞാൻ പെട്ടെന്ന് ഡോക്ടർ എൻജിനീയറിൻ്റെ ആ വീഡിയോ EPS പാനലിൻ്റെ ശ്രീധര്യത്തിൻ്റെ അത് കണ്ടത്. അന്ന് ഞാൻ ഓൾമോസ്റ്റ് അന്ന് തന്നെയാണെന്നാണ് ഞാൻ കോൺടാക്ട് ചെയ്തു. പിന്നെ ബാക്കി പെട്ടെന്ന് നമ്മൾ ഡിസ്കഷനിൽ നമ്മൾ വിചാരിച്ച പോലെ എൻ്റെ ഒരു ബഡ്ജറ്റാണെങ്കിലും ഇതാണെങ്കിലും മീൻസ് ടൈം ഫ്രെയിം ആണെങ്കിലും വിചാരിച്ച പോലെ നടക്കുമെന്നുള്ള ഒരു വിശ്വാസം വന്നപ്പോഴത്തേക്കും ഫോർഡായി പിന്നെ ചെയ്തു. ഞാൻ ആലോചിച്ചപ്പോഴത്തേക്കും ഒന്നാമത് എക്കോ ഫ്രണ്ട്ലിയും കൂടെയാണ്. തെർമോക്കോൾ എക്കോ ഫ്രണ്ട്ലി അല്ലെങ്കിലും ഈ വെക്കുന്ന ബിൽഡിങ്ങിൻ്റെ വെയിറ്റ് ഒരു 70% കുറവാണെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അതും നല്ലതാണ്. അപ്പോൾ ഫൗണ്ടേഷനും നമുക്ക് അത്രയും കോസ്റ്റ് കുറച്ച് ചെയ്യാൻ പറ്റും. പിന്നെ എർത്ത് ക്വേക്ക് റെസിസ്റ്റൻ്റ് ആണ്. കാരണം ടെക്നിക്കലി ഒരു കേജ് പോലെയാണ്, പെട്ടെന്ന് ഇടിഞ്ഞു പൊളിഞ്ഞ് താഴെ വീഴില്ല, കൂടിപ്പോയൊന്ന് ചെറിയുള്ളൂ. അപ്പോൾ ആ ഫീച്ചേഴ്സും പിന്നെ ഈ ടൈം ഫ്രെയിമിൻ്റെ ബെനിഫിറ്റ്സും കിട്ടിയപ്പോഴത്തേക്കും പിന്നെ ഇപ്പോൾ എന്തുകൊണ്ടാണ് ബാക്കി ആരും ഇത് ചെയ്യാത്തതെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഇപ്പം മാഡം 1 മന്ത് ആയിട്ട് ഇവിടെ താമസിക്കുന്നുണ്ട്. അപ്പം എനർജി സേവിങ്സ് അല്ലെങ്കിൽ ടെമ്പറേച്ചർ വേരിയൻസിനെ കുറിച്ചിട്ട് എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്? ഇപ്പൊ പറയുകയാണെങ്കിൽ അങ്ങനെ അത്ര വലിയ ചൂടൊന്നും തോന്നണില്ല. പക്ഷെ ചൂടുണ്ടോന്ന് വെച്ചാൽ ചൂടുണ്ട്, അങ്ങനെയാണ്. പിന്നെ ഇപ്പൊ AC ഒക്കെ ഇട്ടേക്കണ സമയമാണെങ്കിൽ നമ്മ AC കുറച്ചു നേരം ഇട്ട് കഴിഞ്ഞ് പിന്നെ ഓഫാക്കിയാലും ആ ഒരു കൂൾനെസ് ഉണ്ടാവാറുണ്ട്. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മ പാല് കാച്ചലിന്റെ ദിവസം തന്നെ കറണ്ട് ഉണ്ടായിരുന്നില്ല. കാലത്ത് മൊത്തം കറണ്ട് ഉണ്ടായില്ല. പിന്നെ കറണ്ട് വന്നപ്പോൾ തന്നെ ഒരു 1 മണി 12:30 ആ സമയമായി. അപ്പൊ പിള്ളേര് AC ഇട്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു 4 മണിയായപ്പോ കറണ്ട് പോയി. പിന്നെ രാത്രി വന്നെ. അപ്പൊ ആ അത്ര നേരം ഇട്ടായിരുന്ന AC ഇട്ടത് കൊണ്ട് തന്നെ പിന്നെ രാത്രി വരെ ചൂട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. കറണ്ട് ഇല്ലെങ്കിലും നമുക്ക് ചൂട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു തണുപ്പ് ഉണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോൾ സാർ ഇവിടെ താമസമൊക്കെ തുടങ്ങി, ഇവിടെ ഫിനിഷ് വർക്ക് എല്ലാം കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ബിൽഡിസിയിൽ സാർ എത്രത്തോളം ഹാപ്പിയാണ്? അതുപോലെ തന്നെ സാറ് മറ്റ് ഫ്യൂച്ചറിലോട്ട് വരുമ്പം സാറിൻ്റെ ഫ്രണ്ട്സിനും ഫാമിലീസിനും ഇങ്ങനത്തെ ഒരു മെത്തഡോളജി റെഫർ ചെയ്യുമോ? ഉറപ്പായിട്ടും. കാരണം ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മര്യാദയ്ക്ക് ചെയ്താൽ നമ്മുടെ എൻവയോൺമെൻറ്റിനും നല്ലതാണ്. എന്ന് പറഞ്ഞാൽ ടെർമോക്കോളെല്ലാം ഉദ്ദേശിച്ച് മറ്റേ വെയിറ്റ് കുറവും ബാക്കി കാര്യങ്ങൾ. ഇപ്പോൾ നമ്മുടെ ലാൻഡ് സ്ലൈഡും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഈ മെത്തേഡ് അവിടെ ഉപയോഗിച്ചിരുന്നെങ്കിൽ അത്രയും നാശനഷ്ടം അവിടെ ഉണ്ടാവില്ലായിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ഇത് എർത്ത് ക്വേക്ക് റെസിസ്റ്റൻസ് ആയിട്ട് കൊണ്ട് പൊളിഞ്ഞ് നെഞ്ചത്ത് വീഴില്ല. അതാണ് മെയിൻ. ഓക്കെ, ഞാൻ 100% ആയിട്ട് ബാക്കിയുള്ളവർക്ക് റെക്കമെൻഡ് ചെയ്യും ബിൽഡിസി. എത്രയും നേരം നമ്മുടെ കൂടെ ചെലവഴിച്ചതിനും അതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഈ EPS കുറിച്ചുള്ള കുറച്ചുകൂടെ അറിവ് നമുക്ക് തന്നതിന് ഒരുപാട് നന്ദി. താങ്ക് യു.